നമസ്കാരം. ജീവിതത്തിലെ വലിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണോ നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. അഖണ്ഡ ജ്യോതി, ഫെബ്രുവരി 1947 നിന്നുള്ള കാലാതീതമായ ജ്ഞാനത്തിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില ആശയങ്ങളാണിത്. അപ്പോ ഈ അമൂല്യമായ അറിവുകളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി എഴുതിയ അഖണ്ഡ ജ്യോതി ഫെബ്രുവരി 1947 എന്ന ആഴമേറിയ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും ശക്തമായ ചില ചിന്തകളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നേരെ ഈ യാത്രയുടെ ഹൃദയത്തിലേക്ക് കടക്കാം. ഈ ഒരു വാചകം വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങൾ നിങ്ങളുടെ വിധിയുടെ ശില്പിയാണ്. ഭാവി എന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ശക്തിയാണ് ഈ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ വേറെ ആരുടെയോ കയ്യിലല്ല, അത് നമ്മുടെ സ്വന്തം കൈകളിലാണെന്ന് ഓർമ്മിപ്പിക്കുകയാണത്. ഈയൊരു വലിയ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മളൊരു അടിസ്ഥാന സത്യം മനസ്സിലാക്കിയിരിക്കണം. അതാണ് അനശ്വര ജ്വാലയുടെ ജ്ഞാനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ പാഠം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതമില്ലേ, അതൊരു അമൂല്യമായ അവസരമാണ്. എന്തുകൊണ്ടാണ് ഈ ജീവിതം ഇത്രയും വിലപ്പെട്ടതാവുന്നത്? ഈ പഠിപ്പിക്കലുകൾ പറയുന്നത് ഒരു മനുഷ്യനായി ജനിക്കുക എന്നത് ആത്മീയമായി വളരാനും നമ്മളെ തന്നെ തിരിച്ചറിയാനുമുള്ള ഒരു സുവർണാവസരമാണെന്നാണ്. അതുകൊണ്ടുതന്നെ ഇത് വെറുതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കാനുള്ളതല്ല. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ശരി, ഇവിടെ നമുക്ക് ഒരു നിമിഷം നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. സത്യസന്ധമായിട്ട് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ദിവസവും നിങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ ചോദ്യം നമ്മൾ പലപ്പോഴും മറന്നുപോകാറുണ്ട്, അല്ലേ? പക്ഷേ ഈയൊരു ചോദ്യത്തിലാണ് നമ്മുടെ വളർച്ചയുടെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ടത് ആ ദിവസങ്ങളെ എങ്ങനെ മനോഹരമായി രൂപപ്പെടുത്താമെന്നതാണ്. നമ്മൾ ആരും വിധിയുടെ കൈകളിലെ പാവകളല്ല, മറിച്ച് നമ്മുടെ ഭാവിയുടെ ശില്പികളാണ്. അതെ, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കഴിവ്. നോക്കൂ, നമ്മുടെ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട്. ആദ്യത്തെ വഴി നിസ്സഹായതയുടേതാണ്. അവിടെ നമ്മൾ എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് വെറുതെയിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു വഴിയുണ്ട്, അത് ശക്തിയോടേതാണ്. ആ വഴിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഓരോ പ്രവൃത്തിയും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഓരോ കല്ലുകളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഏതു വഴി വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഈ ആശയം എന്തും മനോഹരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ ജീവിതകഥ എഴുതാനുള്ള പേന നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. മറ്റാർക്കും അത് എഴുതാൻ കഴിയില്ല. ഓർക്കുക, നിങ്ങളുടെ ജീവിതമെന്ന പുസ്തകത്തിന്റെ രചയിതാവ് നിങ്ങൾ മാത്രമാണ്. ആ കഥ എത്രത്തോളം മനോഹരമാക്കണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എങ്ങനെയാണ് നമ്മൾ മഹത്തായ ഒരു ഭാവി സൃഷ്ടിക്കുക? അതിന്റെ താക്കോൽ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ സ്വഭാവത്തിലാണ്. നമുക്കെങ്ങനെ നല്ല ഗുണങ്ങളുള്ള ഒരു ആത്മാവിനെ, ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാമെന്ന് നോക്കാം. ഇതൊരു 3 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ്. ഒന്നാമത്തെ പടി ആത്മപരിശോധനയാണ്. ധൈര്യത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ചിന്തകളെയും പ്രവണതകളെയും തിരിച്ചറിയുക. രണ്ടാമത്തെ പടി ശുദ്ധീകരണം. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും മോശം ശീലങ്ങളെയും മനഃപൂർവ്വം ഒഴിവാക്കുക. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട പടി കൃഷി ചെയ്യുക. അതായത് ക്ഷമയോടെയും സ്നേഹത്തോടെയും നല്ല ഗുണങ്ങളുടെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ പാകുക. അപ്പോൾ എന്തൊക്കെ സദ്ഗുണങ്ങളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? കരുണ, സത്യസന്ധത, ആത്മനിയന്ത്രണം, ജ്ഞാനം, വിനയം, പിന്നെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കാനുള്ളൊരു മനസ്സ്. ഇവ വെറും വാക്കുകളല്ല, മറിച്ച് ശക്തവും മനോഹരവുമായൊരു ജീവിതം പടുത്തുയർത്താനുള്ള അടിത്തറയാണ്. പക്ഷേ ഈ നല്ല പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നമ്മളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതാണ് ഭയം. പരാജയപ്പെടുമോ എന്ന ഭയം, മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ഭയം, അങ്ങനെ പലതും. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഭയത്തെ എങ്ങനെ ധൈര്യമാക്കി മാറ്റാമെന്ന് നോക്കാം. നിർഭയത്വത്തെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എന്ന് പഠിക്കാം. വീണ്ടും നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകളെ പുറത്തുകൊണ്ടുവരുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ പ്രധാനപ്പെട്ട ഭയം എന്താണ്? അതിനെ തിരിച്ചറിയാൻ കഴിയുന്നത് അതിനെ മറികടക്കാനുള്ള ഏറ്റവും നിർണായകമായ ആദ്യത്തെ പടിയാണ്. നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. യഥാർത്ഥ നിർഭയത്വം എന്ന് പറഞ്ഞാൽ ഭയം ഒട്ടുമില്ലാത്തൊരവസ്ഥയല്ല. അതൊരുപക്ഷെ അസാധ്യമായിരിക്കും. മറിച്ച് ഉള്ളിൽ ഭയമുണ്ടായിട്ടും ശരിയെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന ആ ഉറച്ച തീരുമാനമില്ലേ, അതാണ് യഥാർത്ഥ ധൈര്യം.
ഈ ആശയം നമുക്ക് ഈ വാക്കുകളിൽ ഇങ്ങനെ സംഗ്രഹിക്കാം. ധീരനായ ഒരു ആത്മാവ് എല്ലാ വെല്ലുവിളികളെയും ഒരു ചവിട്ടുപടിയായി കാണുന്നു, അല്ലാതെ ഒരു തടസ്സമായിട്ടല്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറായാൽ മതി. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമുക്ക് വളരാനുള്ള ഓരോ അവസരങ്ങളായി മാറും. ഇതുവരെ നമ്മൾ ഒരുമിച്ച് വളരെ ശക്തമായ ചില ആശയങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇനി ഈ യാത്രയിൽ നിന്ന് നമുക്കെപ്പോഴും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇവ നിങ്ങളുടെ ജീവിതയാത്രയിൽ എപ്പോഴും വെളിച്ചം വീശുന്ന വഴികാട്ടികളായിരിക്കും. നമ്മുടെ ഉള്ളിലെ വളർച്ചയ്ക്കുള്ള അടിസ്ഥാന തത്വങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. 1. നിങ്ങളുടെ ജീവിതം ഒരു അമൂല്യമായ സമ്മാനമാണ്, അത് പാഴാക്കരുത്. 2. നിങ്ങളുടെ വിധിയുടെ സൃഷ്ടാവ് നിങ്ങൾ തന്നെയാണ്. 3. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകമുണ്ടാക്കുന്നത്. 4. ഉള്ളിലേക്ക് നോക്കുന്നതാണ് മുന്നോട്ടു പോകാനുള്ള വഴി. പിന്നെ 5. ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെയാണ് ഒരു മഹത്തായ സ്വഭാവം രൂപപ്പെടുന്നത്. ഈ ആന്തരിക ശക്തിയെ എങ്ങനെ നമ്മുടെ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരാം? അതിനുള്ള ചില വഴികാട്ടുന്ന തത്വങ്ങളിതാ. ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. സത്യവും കരുണയും പോലുള്ള ഗുണങ്ങൾ നിങ്ങളുടെ അടയാളമായി മാറട്ടെ. ഭയത്തെ വിശ്വാസം കൊണ്ട് നേരിടുക. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുക. പിന്നെ എപ്പോഴും ഓർക്കുക, ഓരോ വെല്ലുവിളിയും വളരാനുള്ളൊരു പുതിയ അവസരമാണ്. ഈ യാത്ര നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഒരു ആശംസയോടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിന് വെളിച്ചത്തിന്റെയും പ്രതീക്ഷയുടെയും അചഞ്ചലമായ ശക്തിയുടെയും ഒരു സന്ദേശമായി മാറട്ടെ. ഈ ജ്ഞാനം നിങ്ങളുടെ ഓരോ ചുവടിലും വെളിച്ചം വീശട്ടെ. നന്ദി.